നമുക്ക് ജണ്ടവരിസ പഠിക്കാം. ജണ്ടവരിസയിൽ ഒന്നാമത്തേത് സാ സ രീ രി ഗ ഗ മാമ, രീ രി ഗ ഗ മാമ പാപ്പ. അങ്ങനെ ഒരു സ്വരം തന്നെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് പാടണം. സ്ട്രെസ് ചെയ്ത് ഊന്നി പാടണം. അങ്ങനെയാണ് ജണ്ടവരിസ പാടേണ്ടത്. സ്വരങ്ങളെ ഇരട്ടിപ്പിച്ച് പാടുന്ന വരിസയാണ് ജണ്ടവരിസ. നമുക്ക് ഒന്നാമത്തെ ജണ്ടവരിസയൊന്ന് പാടി നോക്കാം. ആദ്യ താളത്തിൽ തന്നെ നമ്മുടെ സരളി വരിസയിൽ നിന്നും താളത്തിൽ സരളി വരിസ പാടുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ജണ്ടവരിസ പാടാം. അതേപോലെ തന്നെ താളമിട്ട് 4 കാലം അങ്ങനെയും പാടാം. പിന്നെ ഏതെങ്കിലും വെറൈറ്റി രീതിയിലും നമുക്ക് ജണ്ടവരിസ പാടാം. ഇപ്പോൾ നമ്മൾ പാടുന്നത് സരളി വരിസ 4 കാലം പാടിയ പോലല്ല, അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇതിൽ താളമിടുന്നത്. അങ്ങനെയും പാടാം. പക്ഷേ ഇപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ താളമിട്ട് പാടി നോക്കാം. ഒന്നാമത്തെ ജണ്ടവരിസ സ സ രേ രേ ഗ ഗ മാ മാ പാ പാ ധ ധ നീ നീ സാ സ സാ സ നീ നീ ധ ധ പാ പാ മാ മാ ഗ ഗ രേ രേ സാ സ. ഇതാണ് ജണ്ടവരിസ ഒന്നാമത്തേതിൻ്റെ 1-ാം കാലം. ഇതിൻ്റെ സാ സ രീ രി ഗ ഗ മാമ പാപ്പ ദ ദ നീ നീ സ സ അത്രയും ആരോഹണം. പിന്നീട് മുകളിൽ നിന്ന് താഴോട്ട് സ്വരങ്ങൾ ഇരട്ടിപ്പിച്ച് അവരോഹണം പാടണം. ഇനി നമുക്ക് ഇതിൻ്റെ 2-ാം കാലം ഒന്ന് പാടി നോക്കാം. സരളി വരിസയ്ക്ക് താളമിട്ട പോലെയും പാടാം. പിന്നെ വേറൊരു രീതിയിലും താളമിട്ട് നോക്കാം. കുറച്ചും കൂടി സ്പീഡിലായിട്ട് താളമിട്ട് അങ്ങനെയും പാടി നോക്കാം. സ സ രേ രേ ഗ ഗ മാ മാ പാ പാ ധ ധ നീ നീ സാ സ സാ സ നീ നീ ധ ധ പാ പ മാ മാ ഗ ഗ രേ രേ സാ സ. ഇങ്ങനെ ഒന്നിനേക്കാളും കുറച്ചുകൂടി സ്പീഡിലായിട്ട് അങ്ങനെയും 2-ാം കാലം നമുക്ക് പാടാം. അടുത്തതായിട്ട് 3-ാം കാലം സ സ രീ രേ ഗ ഗ മാ മാ പാ പാ ധ ധ നീ നീ സാ സ സാ സ നീ നീ ധ ധ പാ പ മാ മാ ഗ ഗ രേ രേ സാ സ. ഇതാണ് 3-ാം കാലം. ഇനി 4-ാം കാലം പാടുമ്പോൾ താളമിട്ടും പാടാം, ഇടാതെയും പാടാം. എങ്ങനെ പാടിയാലും കുഴപ്പമില്ല. നമുക്ക് താളം ഇല്ലാതെ പാടുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് പാടാൻ പറ്റും. അങ്ങനെ പാടിയാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധകം ചെയ്യാനൊക്കെ ഉത്തമം അങ്ങനെയാണ്. സ സ രേ രേ ഗ ഗ മ മ പ പ ധ ധ നീ നീ സ സ സാ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രേ രേ സ സ. ഇങ്ങനെ പാടുമ്പോൾ 4-ാം കാലം അങ്ങനെയും നമുക്ക് പാടാം. ഇത്തിരി സ്പീഡിലാണ് പാടിയത്, എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4-ാം കാലം ഇങ്ങനെയും പാടാം. പിന്നെ സരളി വരിസ പാടിയ പോലെ 1 2 3 4 അങ്ങനെ ഒരു രീതിയിൽ വേണമെങ്കിലും താളവട്ടം നല്ലതായിട്ട് താളമിട്ട് ആ കറക്റ്റ് താളത്തിൽ 2 വട്ടം പാടേണ്ടി വരുമെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജണ്ടവരിസ 2-ാമത്തേത് പാടി പഠിക്കാം.